പ്രിയദർശൻ തമ്പി, ഞാൻ താങ്കളിലേക്ക് വരുന്നു. ഇപ്പോൾ ഷുക്കൂർ വക്കീൽ നിരീക്ഷിച്ചതുപോലെ കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളുടെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ടാണ് അതിശക്തനായ ഒരു സിനിമാ താരത്തെ ഇങ്ങനെ ഒരു കേസിൽ പെടുത്തുന്ന, പിടികൂടി ജയിലിലടയ്ക്കുന്ന നില ഒക്കെ ഉണ്ടായത്. അതേ തുടർന്ന് സ്ത്രീ കൂട്ടായ്മകളും പൊതുസമൂഹം ആകെ തന്നെയും ഇങ്ങനെ ഒരു കുറ്റകൃത്യം നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നു, പ്രതികാരത്തിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത് ഒരു സഹപ്രവർത്തകയെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത് അതിലെ അന്തിമമായ നീതി നടപ്പാക്കപ്പെടുക തന്നെ വേണം എന്നാണ്. ഇപ്പോൾ കോടതിയുടെ പൂർണ്ണവിധി നമുക്ക് മുമ്പിലില്ല. കോടതിയുടെ നിഗമനമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗൂഢാലോചന നടന്നിട്ടില്ല എന്നല്ല കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേസുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സമൂഹത്തിൽ പലതരത്തിലുള്ള ചിന്താഗതികളുണ്ടാവും. ഒരു വശത്ത് പണ്ട് പറയുന്ന പോലെ ചിരിച്ചവർ ചിലർ പൊട്ടിക്കരയും, കരഞ്ഞവർ ചിരിക്കാൻ തുടങ്ങും. അതൊക്കെ സംഭവിക്കുന്നു. അതൊക്കെ മാറ്റിവെക്കുക. ആ വികാരങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു നിയമജ്ഞൻ എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളിൽ വിദഗ്ധൻ എന്ന നിലയ്ക്ക് ഈ കേസിൻ്റെ ഇപ്പോഴത്തെ നില എന്താണ്? ഷുക്കൂർ വക്കീൽ അവസാനം പറഞ്ഞത്, ഇപ്പോൾ നിരാകരിക്കപ്പെട്ടു എങ്കിൽ പോലും ഗൂഢാലോചനയിൽ എന്തെങ്കിലും പങ്കുള്ള പ്രതികൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അത് ദിലീപ് ആണെങ്കിൽ പോലും അവർക്കുകൂടി എതിരെ ശിക്ഷ, നിയമത്തിൻ്റെ കരങ്ങൾ വരും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണോ താങ്കൾ നിൽക്കുന്നത്? അല്ല, താങ്കളുടെ നിഗമനം മറ്റെന്തെങ്കിലുമാണോ? തമ്പി. അല്ല, ഞാൻ അങ്ങയുടെ ഇൻട്രോയിൽ നിന്നൊരു വാക്ക് കടമെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കേരളത്തിൻ്റെ ക്രിമിനൽ ട്രയലിൻ്റെ നാൾ വഴികളിൽ അഭൂതപൂർവമായ ചരിത്രം സൃഷ്ടിച്ച, സമാനതകളില്ലാത്ത സവിശേഷതകളുള്ള ഒരു കേസായിരുന്നു ഇത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരളത്തിലെ ജനങ്ങളാകെ ഈ കേസിൻ്റെ വിധിയെ ഉറ്റുനോക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഏറെ നാളിനെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് വിധി പ്രസ്താവിച്ചു. അതിൽ 8ാം പ്രതി നടനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ വിധി അങ്ങവിടെ സൂചിപ്പിച്ചതുപോലെ ആ വിധി പുറത്തു വന്നിട്ടില്ല. കാരണം ആ വിധി അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വിധി നമുക്ക് വായിക്കാൻ കഴിയും. ആ വിധി വായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് കാരണത്താലാണ് ഈ പ്രതിയെ കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ കഴിയാത്തത്, എന്ത് കാരണത്താലാണ് അയാളെ വെറുതെ വിട്ടത് എന്നുള്ളത് നമുക്കറിയില്ല. നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു കാര്യം, വിധിയെ നമുക്ക് വിമർശിക്കാം, ഒരു ജഡ്ജ്മെൻറ്റിനെ ഏതർത്ഥത്തിലും നമുക്ക് വിമർശിക്കാം. ആ ജഡ്ജ്മെൻറ്റ് പെർവേഴ്സാന്ന് പറയാം, ആ ജഡ്ജ്മെൻറ്റിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് പറയാം. ആ ഒരു ജഡ്ജ്മെൻറ്റിൽ ജഡ്ജി മെറ്റീരിയൽ ഫാക്ട്സ് കൺസിഡർ ചെയ്തിട്ടില്ല, മൈൻഡ് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് പറയാം. ജഡ്ജിയെ വിമർശിക്കാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കാം, ഏത് തലത്തിലും. ജഡ്ജിയെ ഒരു കാരണവശാലും നമുക്ക് വിമർശിക്കാൻ പാടില്ല. ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല. ഇതിൽ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തത് തന്നെ നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയുമോ കേരളത്തിലെ ഈ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെൻറ് അല്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലെ പ്രചാരം നേടിയ ഒരു ചലച്ചിത്ര നടനെ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം, ഒരു ആർജവം കാണിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയാളെ അറസ്റ്റ് ചെയ്തു. 85 ദിവസം അയാൾ ജയിലിലായിരുന്നു, റിമാൻഡ് ചെയ്തു. ആദ്യത്തെ ബെയിൽ ആപ്ലിക്കേഷൻ സെഷൻസ് കോടതി തള്ളി, പിന്നെ കൊടുത്ത ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതി തള്ളി. രണ്ടാമതാണ് ഹൈക്കോടതി 90 ദിവസം ആകുന്നതിന് തൊട്ട് മുമ്പ് 86ാമത്തെ ദിവസം ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തത്. ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. ആ കേസിൻ്റെ ട്രയൽ വന്നു. കേസിൻ്റെ ട്രയൽ വന്നപ്പോൾ ഈ എവിഡൻസൊക്കെ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നമ്മുടെ ക്രിമിനൽ സിസ്റ്റം, നമ്മുടെ ഇന്ത്യയിലെ ക്രിമിനൽ വ്യവസ്ഥ എന്ന് പറയുന്നത് മോർ ദ ഗ്രാവിറ്റി ഓഫ് ദ ഒഫൻസ്, മോർ ദ ഡിഗ്രി ഓഫ് പ്രൂഫ് ഇസ് നെസസറി എന്നുള്ളതാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് അക്യൂസ്റ്റോറിയൽ ക്രിമിനൽ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ തെളിവുകൾ വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും 120B പ്രത്യേകത, 120Bയിൽ ഇപ്പോൾ 302 മർഡർ, അതിൻ്റെ കൂടെ 120B ആണെങ്കിൽ 120Bയിൽ മാത്രം പങ്കെടുത്തു എന്ന് തെളിവാക്കിയാൽ മർഡറിൻ്റെ പണിഷ്മെൻ്റാണ് വരുന്നത്.